ചിലമ്പിച്ചുപോയ ശബ്ദത്തിൽ സൗദാമിനി പറഞ്ഞതും ശിവ അവരെ ഞെട്ടലോടെ നോക്കി. അമ്മേ, എനിക്ക് മനസ്സിലായില്ല. രണ്ടും ഒന്ന് അത് രണ്ടും ഒന്നല്ലേ എന്നല്ലേ മോള് ചോദിക്കാൻ പോകുന്നത്? എന്നാൽ അല്ല. ഭാര്യ എന്നത് പേരിനൊരു പദവിയല്ല. കഴുത്തിൽ താലി കെട്ടിയ ആളുടെ ജീവനും ജീവിതവുമായി ഒരായുഷ്കാലം മുഴുവൻ ഒന്നിച്ച് ജീവിക്കുന്നതാ. സുഖവും ദുഃഖവും ഒരുമിച്ച് പങ്കിട്ടു തന്റെ പാതിക്ക് താങ്ങായി കൂട്ടായി ഒരുമിച്ച് കഴിയുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ ഞാനിപ്പോഴും ഒരു ഭാര്യയല്ല മോളെ. ഇടറിയ ശബ്ദത്തിൽ പറയുന്നവരുടെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ടിരുന്നു ശിവ. ചേച്ചി ചേച്ചിയായിരുന്നു ഈ വീട്ടിലെ സ്വത്ത്. ചേച്ചിയെ മാണിക്യമംഗലത്തേക്ക് വിവാഹം കഴിപ്പിച്ചയച്ചതിൽ പിന്നെ എനിക്കോ അച്ഛനോ ചേച്ചിയെ അങ്ങനെ കാണാൻ കൂടി കിട്ടിയിരുന്നില്ല. ഇവിടുത്തെയുള്ള ഓരോരുത്തർക്കും എന്തിനും ഏതിനും സവർണിക വേണമായിരുന്നു. ചേച്ചി ഇവിടെ സന്തോഷവതിയാണെന്ന് അറിഞ്ഞതും ഞങ്ങൾക്കും സന്തോഷമായി. ഇവിടുത്തെ മൂത്ത മരുമകൾ മാധവേട്ടന്റെ ഭാര്യ ലതികയായിരുന്നെങ്കിലും ചേച്ചിയായിരുന്നു ആ സ്ഥാനം നന്നായി വഹിച്ചത്. ഉണ്ണി ഉണ്ടായപ്പോൾ ഇരു കുടുംബത്തിന്റെയും സന്തോഷം ഇരട്ടിക്കുകയായി ചെയ്തേ. എനിക്കിന്നും ഓർമ്മയുണ്ട്. ഉണ്ണിയെ കയ്യിൽ പിടിച്ച് ഈ വീട്ടിലേക്ക് കയറുമ്പോൾ സ്വർഗം പോലെ സന്തോഷമായിരുന്നു ഈ വീട് നിറയെ. പക്ഷേ എല്ലാ സന്തോഷങ്ങളും എല്ലാവരുടെ ചിരികളും പോയില്ലേ? എന്താ എന്താ സുധാമേ സൗപർണികാമിക്ക് സംഭവിച്ചേ? വിങ്ങിപ്പൊട്ടി തുടങ്ങിയ സൗദാമിനെ ചേർത്ത് പിടിച്ചു ശിവ ചോദിച്ചു. അറിയില്ല ചേച്ചി എന്തിനാ അത് ചെയ്തതെന്ന് ഇന്നും എനിക്കറിയില്ല. ആ സമയത്ത് ഞാനും ഉണ്ടായിരുന്നു ഇവിടെ. ഡിഗ്രി കഴിഞ്ഞതും PG ഞാൻ ഇവിടെ നിന്നാ ചെയ്തേ. ചേച്ചി തന്നെയാ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വന്നേ. അന്നൊന്നും ചേച്ചിക്ക് ഒരു പ്രശ്നമുള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല. മരിക്കുന്നതിന് ഏതാണ്ട് 2-3 ദിവസം മുൻപ് ചേച്ചി വല്ലാതെ ടെൻഷനായിരുന്നു. ചോദിച്ചപ്പോൾ ഹോസ്പിറ്റലിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അത്രേ എനിക്ക് അറിയൂ. പിന്നെ ഞാൻ കാണുന്നത് ഒരു സാരിത്തുമ്പിൽ ജീവൻ അവസാനിപ്പിച്ച എന്റെ കൂടപ്പിറപ്പിനെയാ. ശിവയുടെ നെഞ്ചിൽ വീണ് കരഞ്ഞു പറഞ്ഞു അവൾ. ഒന്നും മിണ്ടാതെ ശിവ അവരെ ചേർത്ത് പിടിച്ചു. കുറച്ചു നേരം അങ്ങനെ വിങ്ങിപ്പൊട്ടി കഴിഞ്ഞു. ചേച്ചിയെ അങ്ങനെ ആദ്യം കണ്ടത് ഉണ്ണിയാ. അവന്റെ കുഞ്ഞു മനസ്സിന് അത് താങ്ങാൻ കഴിഞ്ഞില്ല. എന്റെ കുട്ടി. അവൻ അതോടെ വല്ലാതെ മാറി. ദേഷ്യവും സങ്കടവും ഒക്കെ കൂടി ഒരവസ്ഥ. ചേച്ചിയുടെ മരണത്തിന് ശേഷം ഞാൻ വീട്ടിൽ പോയപ്പോൾ എനിക്ക് തന്നേക്കാൻ ഞാൻ പറഞ്ഞതാ അവനെ. പക്ഷേ ഇവിടെയുള്ളവർ സമ്മതിച്ചില്ല. പിന്നീട് ഏകദേശം 1 വർഷമാകും മുന്നേ ഇവിടുത്തെ അച്ഛനും അമ്മയും വന്നു വീട്ടിൽ. ഉണ്ണിയുടെ നില വഷളായെന്നും അവനിപ്പോൾ ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും ആവശ്യമാണെന്ന് അത് എനിക്കേ നൽകാൻ പറ്റുകയുള്ളൂവെന്ന്. അതിന് മഹിയേട്ടന്റെ 2ാം താലി ഞാൻ സ്വീകരിക്കണം. അതായിരുന്നു അവരുടെ ആവശ്യം. എന്റെ കുഞ്ഞിനെ നോക്കാൻ എനിക്ക് പൂർണ്ണ സമ്മതമായിരുന്നു. പക്ഷേ ചേച്ചിയുടെ ഭർത്താവ്, സഹോദരന്റെ സ്ഥാനത്ത് കണ്ട മനുഷ്യൻ, ആ ആളെ വിവാഹം ചെയ്യാൻ ഞാൻ ഒരുക്കമല്ലായിരുന്നു. തീർത്തു പറഞ്ഞു. പക്ഷേ ഫലം കണ്ടില്ല. ഉണ്ണിക്ക് വേണ്ടി സമ്മതിക്കാൻ അച്ഛൻ പറഞ്ഞത് അനുസരിക്കാനേ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവനെ മാത്രമേ ഓർത്തുള്ളൂ. എന്റെ കുഞ്ഞ്, ചേച്ചി എന്നെ ഏൽപ്പിച്ച എന്റെ സ്വത്ത്. അങ്ങനെ എന്റെ കുഞ്ഞിന് വേണ്ടിയാ ഞാൻ മാണിക്യമംഗലത്തെ മരുമകളായത്. എന്നാൽ മഹിയേട്ടന്റെ ഭാര്യയായി ഈ വീട്ടിൽ വന്ന അന്ന് എന്റെ കുഞ്ഞിൽ നിന്ന് വന്ന വാക്കുകൾ അതെന്നെ കൊന്നു മോളെ. വിങ്ങിപ്പൊട്ടി അവർ പറഞ്ഞതും ഇത്രയും കേട്ടതിൽ നിന്ന് അതെന്ത് എന്ന് ശിവ ഊഹിച്ചു. എങ്കിലും താൻ വിചാരിച്ചതാവില്ലേ ഇപ്പോൾ കേൾക്കാൻ പോകുന്നത് എന്ന് അവൾ ആഗ്രഹിച്ചു പോയി. ഞാൻ കാരണമത്രേ എന്റെ ചേച്ചി ആത്മഹത്യ ചെയ്തതെന്ന്. ഞാനും മഹിയേട്ടനും തമ്മിൽ വേണ്ടാത്ത ബന്ധം ഉണ്ടായിരുന്നെന്ന്. സഹിച്ചില്ല മോളെ. എന്റെ കുഞ്ഞിന്റെ വാക്കുകൾ എന്നെ ചൂണ്ടി അമ്മയുടെ മരണത്തിന് ഉത്തരവാദി ആണെന്ന് ആ കുഞ്ഞു മനം പറയുന്നത് എന്നെ ഇഞ്ചിഞ്ചായി കൊന്നുകളഞ്ഞു. നെഞ്ചിൽ കൈവച്ചു പൊട്ടിക്കരഞ്ഞു പറഞ്ഞ ആ അമ്മയെ ചേർത്ത് പിടിച്ചു ശിവ. മോള് ചോദിച്ചില്ലേ എന്താ ഈ വീട്ടിൽ എന്റെ സ്ഥാനമെന്ന്? കാണണോ? പെട്ടെന്ന് ശിവയിൽ നിന്ന് പിടഞ്ഞു മാറി ചോദിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റ് സൗദാമിനി. അവളും ഞെട്ടലോടെ എഴുന്നേറ്റു. അവർ കട്ടിലിനടിയിൽ ചുരുട്ടി വെച്ചിരുന്ന തന്റെ പായും ഷീറ്റും തലയണയും ഒക്കെ എടുത്തു ശിവയെ കാണിച്ചു. കണ്ടോ, ഇതാ മാണിക്യമംഗലത്തെ മഹേന്ദ്രന്റെ ഭാര്യ സൗദാമിനിക്ക് ഇവിടെയുള്ള സ്ഥാനം. ആർക്കും വേണ്ടാത്ത വെറുമൊരു കുപ്പയാ മോളെ ഞാൻ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഊർന്നു വീഴാൻ പോയ അവരെ ഓടി വന്ന് പുണർന്നു പിടിച്ചു ശിവ. ഒന്നും പറഞ്ഞില്ല അവൾ. അല്ലേലും എന്ത് വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിക്കും ഈ അമ്മയെ? ഒരായുസ് മുഴുവൻ ആരുമല്ലാതെ ജീവിച്ചു തീർക്കുന്ന ഒരു സ്ത്രീ. ശിവയ്ക്ക് സങ്കടം വന്നു. നിറമിഴികളോടെ അവരെ ചേർത്ത് പിടിച്ചു. അപ്പോഴാണ് വാതുക്കൽ കണ്ണീരോടെ നിൽക്കുന്ന ചിത്തുവിനെയും അപ്പുവിനെയും കൂടി അവൾ കണ്ടത്. ഇരുവരുടെയും നിറഞ്ഞ കണ്ണുകളിൽ നിന്ന് ഇവിടെ പറഞ്ഞതെല്ലാം അവർ കേട്ടെന്ന് ശിവയ്ക്ക് മനസ്സിലായി. മഹേന്ദ്രൻ ഓടിപ്പിടിച്ച് ഹോസ്പിറ്റലിൽ ചെന്നു. 4th ഫ്ലോറിലുള്ള ലിഫ്റ്റ് ഇറങ്ങി സ്റ്റോർ റൂം ലക്ഷ്യമാക്കി സ്പീഡിൽ നടന്നു. സിദ്ധ, എന്തായത്? മെഡിക്കൽ സ്റ്റോർ റൂമിൽ ഫയർ എമർജൻസി എന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ? അവിടെ സ്റ്റോർ റൂമിന് മുന്നിൽ നിന്ന സിദ്ധുവിനെ നോക്കി മഹേന്ദ്രൻ ചോദിച്ചു. മഹിയച്ച അകത്തേക്ക് വാ. ഇതിനകത്തുണ്ട്. ചുണ്ടിൽ വിരുന്ന ചിരിയോടെ പുറത്തുനിന്ന് ലോക്ക് ചെയ്ത സ്റ്റോർ റൂം തുറന്ന് മഹേന്ദ്രനുമായി സിദ്ധു അകത്തേക്ക് കയറി. ഉള്ളിൽ കയറിയതും അവിടെ കണ്ട കാഴ്ചയിൽ മഹി ഒന്ന് ഞെട്ടി. കൈകൾ രണ്ടും പിറകിലേക്ക് കെട്ടി ഒരു ചെയറിൽ ഇരുത്തിയിരിക്കുന്ന നരേന്ദ്രൻ, അയാളുടെ കാൽ ചുവട്ടിൽ കിടക്കുന്ന ആനന്ദും ആകാശും. ഇരുവർക്കും ബോധമില്ലെന്ന് തോന്നുന്നു. സ്റ്റോർ റൂമിനുള്ളിലെ തണുപ്പിൽ 3 പേരും കിടുകിടാ വിറയ്ക്കുന്നുണ്ട്. സിദ്ധ,
എന്താ ഇതൊക്കെ? ആരാ ഇവരോടിത് ചെയ്തേ? ക്ഷുഭിതനായ മഹി സിദ്ധുവിന് നേരെ അലറിയതും നിങ്ങൾ ജനിപ്പിച്ചവൻ തന്നെ. പിന്നിൽ നിന്ന് വൈഭവിന്റെ ഗാംഭീര്യമാർന്ന ശബ്ദം അവിടെ ഉയർന്നു. തിരിഞ്ഞു നോക്കിയ മഹേന്ദ്രൻ കാണുന്നത് ഉടുത്തിരിക്കുന്ന മുണ്ടും മടക്കി കുത്തി തനിക്ക് മുന്നിൽ നിൽക്കുന്ന തന്റെ മകനെയാണ്. കുട്ടികൾ വന്നിട്ട് പോകാമല്ലേ സേതു? സാരമില്ല, ഇറങ്ങട്ടെ, ഇത്രയും നേരം ആയില്ലേ. പിന്നെ അവിടെയും എല്ലാവരും ഒറ്റയ്ക്കല്ലേ? സേതുവും അനിതയും ഇറങ്ങാൻ തുടങ്ങവേ മുത്തശ്ശൻ അവരെ നോക്കി ചോദിച്ചതും സേതു ചിരിയോടെ മറുപടി പറഞ്ഞു. മോളെ, ആരതി പോയി ഏട്ടത്തിമാരെ വിളിച്ചോണ്ട് വാ. മുത്തശ്ശി പറഞ്ഞത് കേട്ട ആരു ശിവയെയും ചിത്തുവിനെയും വിളിക്കാൻ അകത്തേക്ക് പോയി. പെട്ടെന്ന് രക്ഷിക്കണേ എന്ന് ഉച്ചത്തിലുള്ള അലർച്ച ഉള്ളിൽ നിന്ന് കേട്ടു. യോ, അഞ്ജലിച്ചയല്ലേ ആ ഒച്ച വെച്ചത്? പറഞ്ഞുകൊണ്ട് ആരതി നേരെ അടുക്കളയിലേക്ക് ഓടി. ഈശ്വര, എന്താ പറ്റിയേ? നെഞ്ചിൽ കൈവച്ചു മുത്തശ്ശിയും പിറകെ മുത്തശ്ശനും പോയി. സേതു അനിതയും ഒന്ന് പരസ്പരം നോക്കിയിട്ട് അവരും അകത്തേക്ക് ചെന്നു. ആരതിയാണ് ആദ്യം ഓടിച്ചെന്നത്. അടുക്കളയിൽ ചെന്നതും കാണുന്നത് തീ കത്തിപ്പടരുന്ന തന്റെ സാരി പിടിച്ചുകൊണ്ട് കാറുന്ന അഞ്ജലിയാണ്. അയ്യോ, ആരേലും ഓടി വായോ, ആര് വിളിച്ചു കൂവി. ആ അമ്മേ. കത്തിക്കയറുന്ന തീ നോക്കി അഞ്ജലി അപ്പോഴും അലറുകയായിരുന്നു. ഞൊടി നിമിഷം കൊണ്ട് ഒച്ച കേട്ട് ആ വീട്ടിലുള്ളവരെല്ലാം ഇറങ്ങി വന്നു. അപ്പമ്മയ്ക്കൊപ്പം ഇരുന്ന ശിവയും അപ്പവും വിദ്യയും വൃന്ദയും രാജീവനും സുരേഷും കാർത്തികയും പിന്നെ മുറ്റത്തു നിന്ന് ആദിയും ഓടി അകത്തു വന്നു. എല്ലാവരും ഒരു നിമിഷം പകച്ചു നിന്ന നേരത്ത് സേതു മുന്നോട്ട് ചെന്ന് അവിടെ ഉണ്ടായിരുന്ന ജനലിന്റെ കർട്ടൻ വലിച്ചു പൊട്ടിച്ചു ആ തുണി കൊണ്ട് തട്ടി സാരിയിലെ തീ അണച്ചു. അപ്പോ പൈപ്പിൽ നിന്നും വെള്ളം പിടിച്ചു വെള്ളം വേഗം തന്നെ അഞ്ജലിയുടെ ദേഹത്തേക്ക് ഒഴിച്ചു അനിത. പെട്ടെന്ന് അവൾ ബോധം കെട്ട് വീണതും അനിതയും വിദ്യയും കൂടെ അഞ്ജലിയെ താങ്ങി നിലത്തേക്ക് പിടിച്ചു. അയ്യോ, നിന്റെ മോളെ, എന്താടി പറ്റിയേ? അയ്യോ വിദ്യ വലിയ വായിൽ ചോദിച്ചുകൊണ്ട് കരയാൻ തുടങ്ങി. കാർത്തു അപ്പോഴേക്കും ഒരു ഷോൾ കൊണ്ടുവന്ന് അഞ്ജലിയുടെ മേലെ ഇട്ടിരുന്നു. കുട്ടിക്ക് ഇത്തിരി വെള്ളം കൊടുക്ക് വിദ്യയെ. മുത്തശ്ശി പറഞ്ഞതും അനിത നീട്ടിയ വെള്ളം കുറച്ച് അഞ്ജലിയുടെ മുഖത്തൊഴിച്ചു. അവളെ തട്ടി വിളിച്ചതും അഞ്ജലി കണ്ണുകൾ പയ്യെ തുറന്നു. ദാ മോളെ, വെള്ളം കുടി. വിദ്യ അവളുടെ ചുണ്ടോട് വെള്ളം അടുപ്പിച്ചു. അഞ്ജലി പരവേശത്തോടെ ആ വെള്ളം മുഴുവൻ കുടിച്ചു. എന്താ അഞ്ജലി, എന്താ ഉണ്ടായേ? എങ്ങനെയാ നിന്റെ സാരിയിൽ തീ പിടിച്ചേ? മുത്തശ്ശൻ ചോദിക്കവേ അഞ്ജലി വിദ്യയൊന്ന് നോക്കി. പറഞ്ഞോ മോളെ, എന്താ ഉണ്ടായേ? അതമ്മേ, ഞാനിത്തിരി പായസം എടുക്കാൻ വേണ്ടി വന്നതാ. താഴെ മൂടി വെച്ചിരുന്ന ഉരുളിയിൽ നിന്ന് കുനിഞ്ഞു പായസം എടുത്തോണ്ടിരുന്നതാ. അപ്പോൾ ഒരു കഴിഞ്ഞ മണം പോലെ. നോക്കിയപ്പോൾ എന്റെ സാരിയുടെ തുമ്പിൽ തീ. അഞ്ജലി പരിഭ്രമിച്ചു നിന്നു. വിദ്യ ചുറ്റും നോക്കി. എങ്ങനെയാ തീ പിടിച്ചേ? ഇവിടെ അതിന് ഒന്നും ഇല്ലല്ലോ. നിന്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ മോളെ? അത് അപ്പോ ആ ഞാൻ പായസം എടുക്കാൻ തുടങ്ങിയപ്പോൾ അടുക്കളയിലേക്ക് ചൈത്ര വന്നിരുന്നു. ഓർത്തെടുത്ത പോലെ അഞ്ജലി പറഞ്ഞത് കേട്ടതും എല്ലാവരും ഒന്ന് ഞെട്ടി. അവിടെ കൂടിയവരുടെ എല്ലാം കണ്ണുകൾ അടുക്കളയിലെ ആ മൂലയിലായി വിറങ്ങലിച്ചു നിൽക്കുന്നവളിലേക്ക് നീണ്ടു. വൈഭവേ, നിന്റെ തെമ്മാടിത്തരം കാണിക്കാനുള്ള ഇടമല്ല ഈ ഹോസ്പിറ്റൽ. ഇവരെവിടെ പിടിച്ചു കെട്ടിയിടാൻ ആരാ നിനക്ക് അനുവാദം തന്നത്? നരേന്ദ്രനെയും ആനന്ദിനെയും ഒക്കെ ആ കോലത്തിൽ കണ്ട മഹേന്ദ്രൻ കോപത്തോടെ വൈഭവിനോട് ചോദിച്ചു. നിങ്ങളുടെ വിശ്വസനായ സ്നേഹിതൻ ചെയ്തത് എന്താണെന്ന് അറിയുമോ? കഴിഞ്ഞ 2 കൊല്ലമായിട്ട് സൗപർണികയിലെ മെഡിസിൻസ് ഇയാൾ മറിച്ചു വിൽക്കുക. വാട്ട്? വൈഭവിന്റെ വാക്കുകൾ കേട്ട് ഞെട്ടി മഹേന്ദ്രൻ. സത്യമാണ് ചെറിയച്ച. കഴിഞ്ഞ 2 കൊല്ലമായി വൈഭവിനെ MD സ്ഥാനത്ത് നിന്ന് മാറ്റിയിരുന്നല്ലോ. അവൻ ബോർഡ് മെമ്പേഴ്സിൽ നിന്ന് മാറി നിന്ന സാഹചര്യം മുതലെടുത്തു ഇയാൾ നല്ല രീതിയിൽ ഹോസ്പിറ്റലിൽ കള്ളത്തരം കാണിച്ചു. അതിന് ഇയാളുടെ മകനും ഉണ്ടായിരുന്നു ചുക്കാൻ പിടിക്കാൻ, അനി പറഞ്ഞു. നിങ്ങളുടെ പാർട്ണർ M4 എന്ന മെഡിസിൻ കമ്പനിക്കാരുമായി ഒരു കോൺട്രാക്ട് വെച്ച് ഈ ഹോസ്പിറ്റലിൽ എത്തുന്ന ഹൈ ക്വാളിറ്റി മെഡിസിൻസ് അതേ ലേബലിൽ അവരുടെ നിലവാരമില്ലാത്ത മരുന്നുകളുമായി മാറ്റിയിട്ട് ഒറിജിനൽ മെഡിസിൻസ് ഇവിടെ നിന്ന് കടത്തി. അങ്ങനെ നടത്തിയ കച്ചവടത്തിലൂടെ കോടികളാ അപ്പനും മകനും കൂടെ ഉണ്ടാക്കിയത്. അതും നിങ്ങളുടെ മൂക്കിന്റെ താഴെ നിന്ന്. അറിയുവോ? കടപ്പല്ല് ഞെരിച്ചുകൊണ്ട് ദേഷ്യത്തിൽ വൈഭവ് ചോദിച്ചതും കേട്ടത് വിശ്വസിക്കാനാകാതെ മഹി നരേന്ദ്രനെ നോക്കി. നരേന്ദ്ര, ഇതൊക്കെ സത്യമാണോ? അയാൾ ചോദിച്ചതും നരേന്ദ്രന്റെ മുഖം താണു. ജനിപ്പിച്ച മകനേക്കാളും വിശ്വാസം നിങ്ങൾക്ക് ഇയാളെ അല്ലായിരുന്നോ? എന്നിട്ടിപ്പോ മതിയായില്ലേ? എന്നെക്കാളും നന്നായി ഈ ഹോസ്പിറ്റൽ ഇവമാർ നോക്കുമെന്ന് പറഞ്ഞല്ലേ ഒരിക്കൽ എന്റെ കയ്യിലെ അവകാശം നിങ്ങൾ തട്ടിക്കളഞ്ഞത്? അന്ന് ഞാൻ മനസ്സിൽ കണ്ടതാ മിസ്റ്റർ മഹേന്ദ്ര ഇങ്ങനൊരു നിമിഷം. തല കുമ്പിട്ട് നിൽക്കുന്ന അച്ഛനെ നോക്കി അരിശത്തോടെ വൈഭവ് പറഞ്ഞു. പിച്ചു, മതി. അനി വൈഭവിന് നേരെ ശബ്ദമുയർത്തി. ഇല്ലിൽ അച്ഛനാണെന്ന് പോലും ഓർക്കാതെ ഇവിടം കൊണ്ടൊന്നും അവൻ നിർത്തില്ലെന്ന് എനിക്കറിയാം. മഹേന്ദ്രനെ ഒന്നുകൂടെ നോക്കിയിട്ട് വൈഭവ് ആ റൂമിൽ നിന്നിറങ്ങിപ്പോയി. ചെറിയച്ച, ഇവരുടെ ഈ കള്ളത്തരം പിടിച്ചത് വേറെ ആരുമല്ല, ശിവയാ. ഇപ്പോ ഇതേ നമുക്കറിയൂ. ഈ കാലയളവിൽ നരേന്ദ്രൻ ചെറിയച്ഛൻ അറിയാതെ എന്തൊക്കെ ചെയ്തെന്ന് ഇനിയും നമുക്കറിയില്ല. അതുകൊണ്ട് ചില കാര്യങ്ങൾ മകന്റെ വാക്കുകൾ വിശ്വസിക്കണം. മഹേന്ദ്രന്റെ തോളിൽ കൈവച്ചു അനി പറഞ്ഞതും അയാൾ തലയൊന്ന് ആട്ടി. മകന് മുന്നിൽ തോറ്റയിൽ ആദ്യമായി മഹിക്ക് ആശ്വാസം തോന്നി. അവൻ ശരിയാണെന്ന് തോന്നി.
മഹിയച്ഛന് തീരുമാനിക്കാം ഇവരെ ഇനി എന്ത് ചെയ്യണമെന്ന്. സിദ്ധു പറഞ്ഞതും മഹേന്ദ്രൻ വീണ്ടും നരേന്ദ്രനെ നോക്കി. നരേന്ദ്രനും മകനും ഇനി സൗപർണികയിൽ വേണ്ട. അതുപോലെ ഇവർ ചെയ്തതിന്റെ ശിക്ഷ അത് നിയമപരമായി തന്നെ കിട്ടണം. എങ്കിലേ സൗപർണികയിൽ നിന്ന് ഇവന്മാർ കൊണ്ടുപോയതൊക്കെ തിരികെ കിട്ടൂ. സിദ്ധ, പോലീസിനെ വിളി. അയാൾ പറഞ്ഞതും ചിരിയോടെ തലയാട്ടിക്കൊണ്ട് തന്റെ ഫോൺ എടുത്ത് ഡയൽ ചെയ്തു സിദ്ധു. ഡി, നീ എന്താടി എന്റെ മോളെ ചെയ്തേ? അഞ്ജലിയെ വിട്ട് ചാടി എഴുന്നേറ്റ വിദ്യ ചൈത്രയ്ക്ക് നേരെ പാഞ്ഞെടുത്തു. എനിക്ക് അറിയില്ല ഒന്നും. വിറച്ചുപോയ ചൈത്ര വിക്കി. അമ്മായി, ചിത്തു ഇവിടെ അഞ്ജലിക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന് വെച്ച് അഞ്ജലിയുടെ സാരി കത്തിച്ചത് അവളാണെന്ന് അമ്മായിക്ക് എങ്ങനെ പറയാം? ശിവ ഓടി ചിത്തുവിന്റെ മുന്നിൽ ചെന്ന് നിന്ന് പറഞ്ഞതും. പിന്നെ തീ തന്നെ പിടിക്കുവോ? എല്ലാരും വെളിയിലും അകത്ത് മുറിയിലുമൊക്കെ ആയിരുന്നല്ലോ. അപ്പോ ഇവൾ ഇവിടെ എന്ത് ചെയ്യുമായിരുന്നു? പറയടി, നീ എന്തിനാ ഇങ്ങോട്ട് വന്ന? വിദ്യ വീണ്ടും കലിതുള്ളി. ചിത്തുവിന്റെ പെരുവിരൽ തൊട്ട് വിറയ്ക്കാൻ തുടങ്ങി. വിദ്യയെ, ആവശ്യമില്ലാതെ എന്റെ മോളെപ്പറ്റി പറയത്. അഞ്ജലിയെ ഉപദ്രവിക്കേണ്ട കാര്യം എന്താ ചൈത്രയ്ക്ക്? ദേഷ്യം വന്ന സേതു മുന്നിലേക്ക് വന്നു. ചൈത്രയ്ക്ക് മാത്രമല്ല, ദേ നിങ്ങളുടെ ഈ മകൾക്കുമുണ്ട് എന്റെ മോളോട് വിരോധം. എന്റെ മകളുടെ മുറപ്പയ്യന്മാരെ കെട്ടിയല്ലേ ഈ വീട്ടിലേക്ക് വന്നത്. അപ്പോ ആ ദേഷ്യം ഇവിടുത്തെ കുട്ടികളോട് കാണിക്കാതിരിക്കില്ല. ശിവയെ കൂടി ചൂടി വിദ്യ പറഞ്ഞു. വിദ്യയെ, മതി, നീ ആയിട്ട് ഓരോന്ന് അനുമാനിക്കേണ്ട. ആ കുട്ടി ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? മുത്തശ്ശി വിദ്യയ്ക്ക് നേരെ കളിച്ചു. ഞാനൊന്നും പറഞ്ഞുണ്ടാക്കിയതല്ല. ഇവിടെ എന്റെ മകൾക്ക് സംഭവിച്ചത് എന്താണെന്ന് എനിക്കറിയണം. ഇവൾ മാത്ര ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവൾക്കൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞാൽ അത് ഞാൻ വിശ്വസിക്കില്ല. പറയടി, നീ എന്താ കണ്ടേ? ദേഷ്യത്തോടെ ശിവയ്ക്ക് പിന്നിൽ നിന്ന ചൈത്രയെ പിടിച്ചു വിദ്യ വലിച്ചതും ഒന്നെങ്ങിപ്പോയി ചിത്തുവിന്റെ കയ്യിൽ നിന്ന് എന്തോ താഴേക്ക് വീണു. അത് കണ്ടതും അവിടെ നിന്നവരെല്ലാം ഞെട്ടി. ഒരു ലൈറ്റർ ആയിരുന്നു അത്. ശിവ അവിശ്വസനീയമായി ചിത്തുവിനെ നോക്കിയതും അവൾ തല ഇരുവശത്തേക്കും ചലിപ്പിച്ചു ഇല്ല എന്ന് കാണിച്ചു. കണ്ടോ കണ്ടോ, ഇത് കണ്ടോ, നോക്ക്. അമ്മയല്ലേ പറഞ്ഞേ ഞാനിതെല്ലാം പറഞ്ഞുണ്ടാക്കുവാണെന്ന്. ഇതെന്തിനാ ഇവൾ കയ്യിൽ പിടിച്ചെന്ന് അമ്മ തന്നെ ചോദിക്കൂ അവളോട്. താഴെ വീണ ലൈറ്റർ കയ്യിലെടുത്ത് മുത്തശ്ശിക്ക് മുന്നേ ചെന്ന് വീറോടെ ചോദിച്ചു വിദ്യ. മുത്തശ്ശി ചിത്തുവിനും ശിവയ്ക്കും നേരെ നോക്കി. എന്താ മോളെ ഇതൊക്കെ? മുത്തശ്ശി, അത് അങ്ങനെയല്ല, എനിക്കത് കാർത്തിക തന്നതാ. ശിവയുടെ കയ്യിൽ ഇറുക്കി പിടിച്ചു കണ്ണുകൾ നിറച്ചു ചൈത്ര പറഞ്ഞു. അയ്യോ, ഞാനോ? എന്തിന്? ഞാനല്ല. ഞാൻ എന്തിനാ ചൈത്രയ്ക്ക് ലൈറ്റർ കൊടുക്കുന്നേ? കാർത്തിക ഒച്ച എടുത്തുകൊണ്ട് മുന്നിലേക്ക് വന്നു പറഞ്ഞതും ചിത്തു ഞെട്ടി. അല്ല മുത്തശ്ശി, ഈ കുട്ടി കള്ളം പറയുക. താഴേക്ക് പോകാൻ തുടങ്ങിയ എന്റെ കൈകളിൽ ആ ലൈറ്റർ തന്നിട്ട് ആദി പിറകിൽ മുറ്റത്ത് പടക്കം പൊട്ടിക്കാൻ നിൽപ്പുണ്ട്. അവന്റെ കയ്യിൽ ഇതൊന്ന് കൊണ്ട് കൊടുക്കുവോ എന്ന് പറഞ്ഞു. കാർത്തികയ എനിക്കത് തന്നത്. അതുകൊണ്ട് ഞാൻ അടുക്കളയിൽ വന്നു. പിറകുവശത്ത് കൂടി പുറത്തിറങ്ങിയപ്പോഴാ അകത്ത് നിന്ന് അഞ്ജലിയുടെ കരച്ചിൽ കേട്ടത്. അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല. പൊട്ടി വന്ന കരച്ചിലോടെ ചിത്തു പറഞ്ഞു. അവളുടെ അവസ്ഥ കണ്ട ശിവ അവളെ ചേർത്ത് പിടിച്ചു. അപ്പോനും ആദിക്കും സങ്കടം വരാൻ തുടങ്ങി. എന്റെ ദൈവമേ, ഇങ്ങനെ ആരെങ്കിലും കള്ളം പറയുവോ? ഞാൻ ഉച്ച കഴിഞ്ഞ് ചൈത്രയെ കണ്ടിട്ടേയില്ല. തലവേദന എടുത്ത് മുറിയിൽ കിടക്കുമായിരുന്നു ഞാൻ. മുത്തശ്ശിക്കറിയാം. മുത്തശ്ശിയുടെ അടുത്ത് നിന്നാ തലവേദനയുടെ ബാം പോയി വാങ്ങിച്ചത് ഞാൻ. അല്ലേ മുത്തശ്ശി? കാർത്തിക ചോദിച്ചതും മുത്തശ്ശി ആണ് എന്നൊന്ന് തലയാട്ടി. ഇപ്പൊ കണ്ടോ ആരാ കള്ളം പറഞ്ഞെന്ന്? ആരും കാണാതെ കൊല്ലാൻ നോക്കിയതാ ഇവൾ എന്റെ മോളെ. അമ്മായി, വെറുതെ അനാവശ്യം പറയണ്ട. ചിത്തു ഒരിക്കലും കള്ളം പറയില്ല. അവൾ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ അതാണ് സത്യം. അഞ്ജലിയുടെ സാരിത്തുമ്പിൽ തീ കൊളുത്തിയിട്ട് അവൾക്ക് എന്ത് നേടാനാ? ശിവ ചിത്തുവിനെ പൊതിഞ്ഞു പിടിച്ച് വിദ്യയ്ക്ക് നേരെ ആഞ്ഞടിച്ചു. തലയ്ക്ക് സ്ഥിരതയില്ലാത്ത ഈ ഭ്രാന്തി ഇതല്ല, ഇതിനപ്പുറം ചെയ്യും. വിദ്യ പുച്ഛത്തോടെ പറഞ്ഞതും അവളുടെ വാക്കുകൾ ഒരു നടുക്കത്തോടെ മുത്തശ്ശി അടക്കമുള്ളവർ കേട്ടു. ചിത്തു തന്റെ കണ്ണുകൾ ഇറുക്കിയടച്ചു ശിവയുടെ കൈകളിൽ മുറുക്ക പിടിച്ചു.